സിനിമ വന്നതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ ഈ കൊല്ലത്തെപ്പറ്റി താങ്കൾ പറയുന്ന ഒരു ചെറിയ പ്രൊമോ വീഡിയോ ഉണ്ട്. അത് വെച്ച് തന്നെ കുറേ ട്രോളുകൾ വന്നിട്ടുണ്ട്. നേരത്തെ തന്നെ കൊല്ലത്തിന് നല്ല ചീത്തപ്പേരാണ്. അത് കാര്യമുള്ള ഒരു കാര്യമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ എന്തെങ്കിലും ഒരു ക്രൈം നടക്കുകയോ എന്തെങ്കിലും അസാധാരണമായ സംഭവങ്ങൾ നടക്കുമ്പോൾ അത് കൊല്ലത്തല്ലേ, കൊല്ലം അങ്ങനെയാണ് എന്ന മട്ടിൽ നേരത്തെ തന്നെ നമ്മുടെ ബേസിൽ നായകനായ മറ്റൊരു ചിത്രവും കൊല്ലം കേന്ദ്രീകരിച്ചിട്ടാണ്. ഇപ്പോൾ രണ്ടാമത് വീണ്ടും കൊല്ലം കേന്ദ്രീകരിച്ച് വരുന്നു. കൊല്ലത്തെ പിരിവ്, കല്യാണത്തിനുള്ള പിരിവ്, ഇങ്ങനെയൊക്കെ ചർച്ചകൾ നടക്കുകയാണ്. പൊളിറ്റിക്കലായ അല്ലെങ്കിൽ ഭരണക്ഷമതയ്ക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു അതിരാണ് അത്. ഈ രാജ്യങ്ങളെ സംബന്ധിച്ചാണെങ്കിലും പൊളിറ്റിക്കൽ അതിരാണ്. മനുഷ്യനെ സംബന്ധിച്ച് എന്താണ് ഇതുള്ളത്? ഇപ്പം കൊല്ലത്തിൻ്റെ ഒരതിരിൻ്റെ അകത്തിരിക്കുന്ന ഇപ്പുറത്തിരിക്കുന്ന അപ്പുറത്തിരിക്കുന്ന മനുഷ്യർ തമ്മിൽ എന്താണ് അതിൽ ഒരു വ്യത്യാസം വരുന്നത്? അതുകൊണ്ട് ഇന്ന സ്ഥലത്ത് സംഭവിക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ കേരളത്തിൻ്റെ മൊത്തം ക്രൈം ചരിത്രം എടുത്ത് നോക്കിയാൽ അതെല്ലാം ഏതെങ്കിലും ഒരു ജില്ലയെ കേന്ദ്രീകരിച്ചോ ഒന്നുമല്ല. അത് സോഷ്യൽ മീഡിയ വെറുതെ ക്രൂശിക്കപ്പെടുന്നുണ്ടെന്നാണ് അത് ചില സമയങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ എന്ന് പറയുന്നത് അതൊരു ലായനി പോലെ ഉള്ളതാണ്. അത് അതിൻ്റെതുള്ള ഒരു ഹ്യൂമറോ ഒരു കാരണം ഉണ്ടാക്കാൻ ആരെങ്കിലും ഒരാൾ ഇങ്ങനെ എഴുതിയിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പിന്നാലെ പോകാനുള്ള ഒരു ടെൻഡൻസിയോ ഒക്കെ വരും. അത് കുറേ കഴിയുമ്പം വേറെ ജില്ലയ്ക്ക് ചാർത്തി കൊടുക്കും. ഇതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ടിരുന്നില്ല അതിൻ്റേതായ ഗൗരവത്തിൽ കണ്ടാൽ മതി. ജനങ്ങൾ അവരുടെ ആനന്ദവും അവരുടെ രസത്തിനെയും കരുതി കൊടുക്കുന്ന അതിനൊന്നും ഒരു ഓതൻറ്റിസിറ്റിയോടുകൂടി പറയുന്ന കാര്യങ്ങളൊന്നുമല്ല. പിന്നെ കൊല്ലത്തെ പിരിവ് എന്ന് പറയുന്ന ഒരു സംഗതി വെച്ചാൽ ആ പിരിവ് എന്ന് പറയുന്നത് അങ്ങനെ ഭയങ്കര നെഗറ്റീവ് അർത്ഥത്തിലേക്ക് എടുക്കേണ്ടതായ ഒരു കാരണങ്ങളില്ല. ആദ്യം മലബാറിലേക്കെല്ലാം കുറിക്കല്യാണം, പണപ്പയറ്റ്, കുറിക്കല്യാണം എന്നൊക്കെ പറയുന്നതിൻ്റെ വേറൊരു പ്രോസസ്സ് മാത്രമാണ് അത്. പിന്നെ സാമ്പത്തികമായ ഒരു ശേഷിയില്ലാത്ത ആൾക്കാർക്ക് എല്ലാവരും കൂടെ കൂടിച്ചേർന്ന് കല്യാണം നടത്തി കൊടുക്കുന്ന അതൊരു നല്ല സാമൂഹ്യമായൊരു വ്യവസ്ഥ എന്നുള്ളതാണ്. അതിൻ്റെ അകത്തുനിന്ന് ചില താളം തെറ്റലുകൾ സംഭവിച്ചപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന അല്ലെങ്കിൽ ഒരു സംഭവിച്ചൊരു സ്റ്റോറിക്ക് മേൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കഥയാണ്. അപ്പം അത് നമ്മൾ സാമൂഹികമായ ഈ ലോകത്തിൽ വിശ്വസനീയമായ കാരണങ്ങളിൽ നിന്ന് പിറക്കിയെടുക്കുന്നതാണ്. അപ്പോൾ അതിന് നമ്മൾ അതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന കൊടിയുടെയോ അല്ലെങ്കിൽ അതിൻ്റെ അതിൽ ആരുടെ ഏത് പ്രകൃതത്തിലുള്ള ഏത് തീരദേശത്തുനിന്നാണോ കഥ പറഞ്ഞിരിക്കുന്നത്, ഇന്ന സമുദായത്തിൻ്റെ കഥ എന്നുള്ളതല്ല. കഥ ആൾക്കാരെ അനുഭവിപ്പിക്കാൻ വേണ്ടി അതിൻ്റെ സ്വാഭാവികത, അതിൻ്റെ യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ചില ടൂൾസ് മാത്രമാണ്, റൈറ്റർ ഉപയോഗിക്കുന്ന ടൂൾസ് മാത്രമാണ് ഈ ഇത്തരത്തിലുള്ള എലിമെൻറ്റ്സ്. അതല്ലാതെ ഒരു വൈകാരികമായ ഒരു ബന്ധമോ വേറെ അതിനെ ഏതെങ്കിലും ഒരു വിഭാഗത്തെ ആൾക്കാരെയോ ഗ്ലോറിഫൈ ചെയ്യാനോ മോശമാക്കാനോ എന്നുള്ളൊരു ശ്രമങ്ങൾ ആർട്ടിൻ്റെ അല്ലെങ്കിൽ ആർട്ടിസ്റ്റിൻ്റെ പക്ഷത്തു നിന്ന് സാമാന്യ രീതിയിൽ ഉണ്ടാകത്തില്ല. പ്രത്യേകിച്ച് കേരളത്തിലെ ഒന്നാമത് ഉത്തരവാദിത്തത്തോടുകൂടി ഈ റൈറ്റിംഗ് കുറേ കാലം കൈകാര്യം ചെയ്തു വരുന്ന ആൾക്കാരെ ഇതിൽ നിന്നും മലയാളത്തിലെ റൈറ്റേഴ്സൊന്നും അങ്ങനെ ചെയ്യുന്നവരല്ല. അവർ വളരെ ഉത്തരവാദിത്തത്തോടുകൂടിയാണ് അവരുടെ റൈറ്റിങ്ങിനെ നിർവഹിക്കുന്നതെന്നാണ് എൻ്റെ ഒരു ധാരണ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.